ഹൊറർ എലമെന്റ്സിനെ ഒരു പരിധിയിൽ നിർത്തിക്കൊണ്ട് ഒരു ഫീൽ ഗുഡ് വൈബിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അജിത് ജേക്കബിന്റെ ഗോസ്റ്റ് ഹൗസ്. പാലക്കാടുള്ള ഒരു അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഗ്രാമത്തിൽ നിന്നും പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ള സ്വപ്നവുമായിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതാണ് വിഷ്ണു. അവിടുത്തെ ശിവപുരം എന്ന ഗ്രാമത്തിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്നും ഒരു വർഷം മുമ്പ് ലഭിച്ച അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ടാണ് വിഷ്ണു ശിവപുരത്തേക്ക് എത്തുന്നത്. അവിടെ അവൻ ജോലിയിൽ പ്രവേശിക്കുന്നു. താമസിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ ഹോസ്റ്റൽ സൗകര്യം നൽകുന്നുണ്ട്. ആ ഹോസ്റ്റൽ ഒരു വലിയ പഴയ കെട്ടിടമാണ്. ആ കെട്ടിടം ഒരു പ്രേത ബംഗ്ലാവാണെന്നും അവിടെ ആത്മാക്കളുണ്ടെന്നും ഒക്കെ അവിടെ എത്തുന്ന ദിവസം തന്നെ വിഷ്ണു സഹപ്രവർത്തകരിൽ നിന്നും അതുപോലെ നാട്ടുകാരിൽ നിന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ അവന് ശരിക്കും ഭയം തോന്നുന്നുണ്ട്. എങ്കിലും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ താമസിക്കാൻ അവൻ തീരുമാനിക്കുന്നു. എന്നാൽ പിന്നീടുള്ള അവന്റെ ജീവിതത്തിൽ അവന്റെ പ്രതീക്ഷകളിൽ നിന്ന് വിഭിന്നമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ശരിക്കും അതൊരു പ്രേത ബംഗ്ലാവാണോ? അവിടെ ശരിക്കും ആത്മാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ ആത്മാക്കളുടെ ലക്ഷ്യം? അവര് ഉപദ്രവകാരികളായിട്ടുള്ള ആത്മാക്കളാണോ? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും വിഷ്ണുവിനെ തേടിയെത്തുന്നു. ചോദ്യങ്ങൾ മാത്രമല്ല, അവയുടെ ഉത്തരങ്ങളും. ഹൊറർ പ്രേമികൾക്ക് മാത്രമല്ല, ഏതൊരു വായനക്കാരനും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ഹൊറർ പുസ്തകങ്ങളിലെ ഹൊറർ എലമെന്റ്സിനെല്ലാം ഏറെക്കുറെ ഒരേ പാറ്റേൺ ആയിരിക്കും. എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം ശ്രമിക്കുന്നുണ്ട്. ഇനി ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾക്ക് ഒരു ലോജിക്കൽ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് ശരിക്കും നല്ലതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇനി ഈ പുസ്തകത്തിലെ പല കഥാപാത്രങ്ങളും വിഷ്ണു, ഹരിയേട്ടൻ, അതുപോലെ അനുപമ, അർച്ചന, സാമുൽ സർ, ഇവരോടൊക്കെ വായിക്കുന്ന സമയത്ത് വൈകാരികമായ ഒരു അടുപ്പം വായനക്കാരന് തോന്നുന്ന രീതിയിലാണ് ആ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറയുമ്പോൾ നല്ലൊരു വായനാനുഭവം നൽകുന്ന മികച്ചൊരു ക്ലൈമാക്സ് ഒക്കെ ഉള്ള നല്ലൊരു പുസ്തകം തന്നെയാണ് അജിത് ജേക്കബിന്റെ ഗോസ്റ്റ് ഹൗസ്.